യേശുക്രിസ്തുവിനെ ഒരു പരമാധികാരിയായും മഹത്വത്തിൻ്റെ രാജാവായും പ്രവചനദൃഷ്ടിയാൽ കണ്ടുകൊണ്ട് ദാവീദ് എഴുതിയ ഒരു മശിഹൈക ഗീതമാണ് 24-ാം സങ്കീർത്തനം. യഹൂദന്മാർ ഈ സങ്കീർത്തനത്തിന് വളരെയേറെ പ്രാധാന്യം നൽകപ്പെട്ടിട്ടുണ്ട്. ആഴ്ചയിലെ ഓരോ ദിവസത്തിനായും യഹൂദന്മാർ ചില പ്രത്യേക സങ്കീർത്തനങ്ങൾ തിരഞ്ഞെടുത്ത് പാടാറുണ്ടത്രേ. തിങ്കളാഴ്ചകളിൽ 48-ാം സങ്കീർത്തനവും, ചൊവ്വാഴ്ചകളിൽ 82-ാം സങ്കീർത്തനവും, ബുധനാഴ്ചകളിൽ 94-ാം സങ്കീർത്തനവും, വ്യാഴാഴ്ചകളിൽ 81-ാം സങ്കീർത്തനവും, വെള്ളിയാഴ്ചകളിൽ 93-ാം സങ്കീർത്തനവും, ശാബത ദിവസങ്ങളിൽ 92-ാം സങ്കീർത്തനവും തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം, അതായത് ഞായറാഴ്ചകളിൽ പാടുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നതത്രേ 24-ാം സങ്കീർത്തനം. യേശു കർത്താവ് കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് പോകും വേളയിൽ ഇരുവശത്തും കൂടി നിന്നവർ 24-ാം സങ്കീർത്തനമായിരുന്നു പാടിയത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. യഹൂദന്മാർ അവരുടെ പുതിയ വർഷം ആരംഭിക്കുമ്പോൾ പാടുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് 24-ാം സങ്കീർത്തനം. ബലവാനും വീരനുമായി, യുദ്ധവീരനായി തന്നെ മഹത്വത്തിൻ്റെ രാജാവായ യേശു കർത്താവ് ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ പോകുന്ന ദിവസത്തോട് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാം എന്ന മഹത്വത്തിലേക്ക് യേശു കർത്താവിനോടൊപ്പം നിത്യമായി പ്രവേശിക്കണമെങ്കിൽ ഇന്ന് നാം അവനെ മഹത്വത്തിൻ്റെ രാജാവായി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ വാതിലുകളെ അതിനായി തുറക്കുക. നമ്മെ നിയന്ത്രിക്കുവാനും അവൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വെളിപ്പെടുവാനുമായി മഹത്വത്തിൻ്റെ രാജാവായി അവൻ നമ്മിലേക്ക് പ്രവേശിക്കട്ടെ. പാരമ്പര്യവും പിന്നെ രക്ഷിക്കപ്പെട്ടതിൻ്റെ നീണ്ട കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ടേയുള്ള കഥകളുണ്ടല്ലോ, അതും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാണ് അവസാനമായി യേശു കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതെന്ന് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ അതിന് അവസരം നൽകുന്നുവെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ എന്ന കാര്യം മറക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ സന്തോഷഭവനമായ കാനാവിലെ കല്യാണ വീട്ടിലും ദുഃഖഭവനമായ ബേഥാനിയിലെ ലാസറിൻ്റെ വീട്ടിലും ദൈവപുത്രനായ യേശു കർത്താവ് മഹത്വപ്പെട്ടതുപോലെ നാം ഏത് സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരായാലും നമ്മുടെ കതകുകളെ തുറന്ന് ജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്ന മഹത്വത്തിൻ്റെ രാജാവ് തൻ്റെ മഹത്വം നമ്മിലും വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ലാസറിന് വന്ന രോഗം യേശു കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ കാരണമായി. പത്രോസിൻ്റെ മരണം എങ്ങനെയായിരിക്കുമെന്ന് യേശു കർത്താവ് തിബരിയാസ് കടൽക്കരയിൽ വെച്ച് പ്രവചിച്ച് പറയുന്നുണ്ട്. അത് കേട്ട ശിഷ്യന്മാർ പത്രോസ് ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് വിശ്വസിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ സന്തോഷമുണ്ടായാലും സന്താപമുണ്ടായാലും രോഗമുണ്ടായാലും സൗഖ്യമുണ്ടായാലും മരണമുണ്ടായാലും മരണത്തിൽ നിന്നുമുള്ള നീക്കുപോക്കുണ്ടായാലും കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് ഇതൊന്നും തന്നെ തടസ്സമാകുന്നില്ല. നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ഏക പ്രത്യാശ നമ്മെ നിത്യമായി മഹത്വത്തിലേക്ക് ചേർക്കുവാനായി മഹത്വത്തിൻ്റെ രാജാവായി യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുവാൻ പോകുന്നു എന്നതായിരിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.